ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ മുന്തിരി അച്ചാർ ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്. ഫ്ലെയിം ഓൺ ആക്കുക. എപ്പോഴും നമ്മൾ അച്ചാർ ഇടുമ്പോഴൊക്കെ ഏത് അച്ചാറായിക്കോട്ടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. എന്നിട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഒന്ന് വാടി വരട്ടെ കേട്ടോ. 100 ഗ്രാം മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം. എന്നാലേ ആ ഒരു റെഡ് കളർ വരുള്ളൂ. പിന്നെ പുളിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ പുളിക്കനുസരിച്ചിട്ട് നമ്മൾ അളവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നമ്മൾ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി 2 ടീസ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് പച്ചവെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിക്നെസ്സിനനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ടൈറ്റ് ആവും. അത് കഴിഞ്ഞ് നമ്മൾ ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ മുന്തിരി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കണേ. അസ്സലാമു അലൈക്കും.